അങ്ങോട്ട് നോക്കി കോട്ടക്കൽ നെസ്റ്റയുടെ ഒരു കാഴ്ച, അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ മിംസ് ഹോസ്പിറ്റലും കാണാം. ഏറ്റവും തിരക്കേറിയ ചെങ്കുവെട്ടിയുടെ അങ്ങാടിയുടെ വീഡിയോയും കണ്ട് നമുക്ക് സ്വാഗതമാണ് ചെനക്കൽ നിന്ന് വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ പൊളിക്കട്ടോ. അത്രയും സെറ്റായ ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതായത് ചെനക്കൽ ഓവർപാസ് കാണാം. നമുക്ക് കണ്ടില്ലേ, ചെനക്കൽ ഓവർപാസ്, അതായത് സ്വാഗതമാട് ബൈപ്പാസിലെ ചെനക്കൽ ഓവർപാസ്, സ്വാഗതമാട് പറമ്പിലങ്ങാടി ചെങ്കുവട്ടി, അങ്ങനെ കോട്ടക്കൽ ചെങ്കുവട്ടി ഭാഗം അങ്ങനെ കടന്നു പോകുന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ദേശീയപാത NH66 പുതിയ റോഡിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നത്, 6 വരിപ്പാത. അപ്പോൾ ചെനക്കലങ്ങാടി കഴിഞ്ഞാൽ പിന്നെ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ ഓവർപാസ്, പിന്നെ അവിടുന്ന് വയഡക്റ്റ് ബ്രിഡ്ജ്, അങ്ങനെ കടന്നു പോകുന്നത് കഴിഞ്ഞൊരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ചെനക്കൽ നിന്നിങ്ങനെ നേരെ റൈറ്റ് സൈഡിലേക്ക് ആദ്യത്തെ റോഡിന് കടന്നു പോകട്ടോ. അപ്പോൾ ചെനക്കൽ അങ്ങാടി കഴിഞ്ഞു ആദ്യത്തെ റോഡിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാം. അതുപോലെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ വയഡക്റ്റ് ബ്രിഡ്ജ് കാണാം. സ്വാഗതമാട് മമ്മാലിപ്പടിയിൽ നിന്നും സ്വാഗതമാട് ഇങ്ങനെ വരുന്ന വയഡക്റ്റ് പാലത്തിൻ്റെ ആ സ്ട്രൈറ്റ് മനോഹരമായ കാഴ്ചയുടെ ദൂരെ നമ്മൾ കാണുന്നത്. ഇതെല്ലാം അവിടെ തിരിച്ചു നമ്മൾ പഴയ റോഡിന് കടക്കാണ് ചെങ്കുവട്ടിക്ക്. അങ്ങനെ ചെങ്കുവട്ടി വരെയുള്ള ഒരു കാഴ്ച കേട്ടോ. കാരണം സ്വാഗതമാട് ബൈപ്പാസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന തുടക്കം മുതൽ 4 വർഷം മുമ്പേ, നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ 4 വർഷം മുമ്പേ നിങ്ങൾ അതിൻ്റെ ഓരോ ഘട്ടമായി കാണിച്ചു പോകുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ പഴയ റോഡ് കാണിക്കൽ അന്നൊക്കെ അപൂർവമായിരുന്നു. ഇപ്പോൾ അങ്ങാടികളൊക്കെ പടുത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, നിങ്ങൾക്ക് അറിയാമല്ലോ. തിരൂര്, കോട്ടക്കൽ, അതുപോലെ പരപ്പനങ്ങാടി, കുന്നുംപുറം, മലപ്പുറം, അങ്ങനെ ആ ഏരിയകളിലൊക്കെ അങ്ങാടികൾ ബന്ധിപ്പിച്ചുള്ള വീഡിയോകൾ. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കുന്നത്, നമ്മൾ ചെനക്കൽ തുടങ്ങി നമ്മൾ സ്വാഗതമാട് എത്തി. ഇതൊക്കെ സ്വാഗതമാട് ആ മസ്ജിദ് കാണാം. അപ്പോൾ അവിടെ നിന്ന് റോഡുണ്ട് നിങ്ങൾ തന്നെ. ഇത് നമ്മളെ സ്വാഗതമാട് ബൈപ്പാസ് പുതിയ റോഡിൻ്റെ ആ ഓവർപാസിനോട് ഇങ്ങനെ നമുക്ക് കടന്നു വരാൻ പറ്റും. ആ ഒരു റോഡിൻ്റെ ഏരിയയാണ് ആ പള്ളീൻ്റെ മിനാരത്തിൻ്റെതായി അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിലൂടെ വാഹനങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് റോഡ് ഉണ്ട്. അവിടെ നിന്നിട്ട് നേരെ സ്വാഗതമാട് കോട്ടക്കലേക്ക് പോകണമെങ്കിൽ, ചെങ്കുവട്ടി കോട്ടക്കൽ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിലെ ഷോർട്ട് റോഡാണ് ആ കാണുന്നത്. നമ്മളിവിടെ ഇടപ്പയിൽ ഗലേറിയ അല്ലേ. ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കാനുള്ള കാരണം, ഞാൻ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ലൈവ് ടെലികാസ്റ്റിൻ്റെ സമയത്ത് നമുക്ക് സ്പോൺസർ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഇടപ്പയിൽ ഗലേറിയ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ഥാപനം കണ്ടപ്പോൾ, ഇതുവരെ ഇങ്ങനെ കടന്നു വരുമ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളെ ജസ്റ്റ് കാണിച്ചാട്ടോ. നമുക്കിടെ മനോഹരമായ അടിപൊളി കേട്ടോ, നല്ല അത്യാവശ്യം വീതി വിസ്താരമുള്ള വലിയൊരു ഷോപ്പ് തന്നെയാണ് ഇടപ്പയിൽ ഗലേറിയ കോട്ടക്കൽ. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ KMG മാവൂരിന് ആണ് അത് സ്പോൺസറായിട്ട് എടുത്തുള്ളത്. അപ്പോൾ അവരുടെ ലൈവ് കാണിക്കും ഞങ്ങൾ പറയാറുണ്ട്, ഇടപ്പയിൽ ഗലേറിയ കോട്ടക്കൽ. അപ്പോൾ ആ ഒരു സ്ഥാപനം കണ്ടപ്പോൾ കാണിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. KMG മാവൂര് അപ്പോൾ അവരുടെ സ്പോൺസർ ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അത് കാണിക്കാതെ കണ്ടപ്പോൾ അത് ജസ്റ്റ് കാണിച്ചു. കാരണം നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ടീമായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സ്വാഗതമാട് അങ്ങാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പറമ്പിൽ അങ്ങാടിയിലെ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ നിന്നൊക്കെ ഉള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ഷോറൂം, കാറിൻ്റെ ആയാലും ബൈക്കിൻ്റെ ആയാലും അങ്ങനെ ഹോസ്പിറ്റലുകൾ, ബിൽഡിങ്ങൊക്കെ അങ്ങനെ ഓരോ വലിയ ബിൽഡിങ്ങുകളാണ്, വലിയ ഷോറൂമുകളാണ് ഈ ഒരു ഏരിയയുള്ളത്. അപ്പോൾ HMHS ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞാൽ പിന്നെ ബൈക്കിൻ്റെ ഷോറൂം, അതുപോലെ ഫർണിച്ചർ, അങ്ങനെ എല്ലാം കൊണ്ടും സെറ്റാണ് ഈ ഒരു ഏരിയ. അത്രയും വലിയ സ്ഥാപനങ്ങളൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. HMS ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗം ഏകദേശം എത്തി, ആ ഏരിയയിലെത്തി. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പറമ്പിലങ്ങാടി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്നുണ്ട്, പിന്നെ മിംസ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടു പോട്ടോ. ഏതായാലും നെക്സ്റ്റിൻ്റെ ആ ഭാഗവും മിംസിൻ്റെ ഏരിയയും, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അൽമാസിൻ്റെ ഏരിയ, ചെങ്കോട്ടിയിലത്തെ അൽമാസ്, കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡ്, എഡ്രിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ എഡ്രിക്കോട് ഏരിയയിലൂടെ ഇങ്ങനെ കടന്നു പോവാം. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ മിംസ് നെസ്റ്റോക്കത്തിനുമുള്ള HMS ഹോസ്പിറ്റലിൽ ഇവിടെ എത്തി. അപ്പോൾ ഹോസ്പിറ്റലത്തിന് മുമ്പുള്ള ആ ഓഡിറ്റോറിയം കഴിഞ്ഞു. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ല ഇടതുഭാഗത്ത് ഒരു പച്ചപ്പുള്ള സ്ഥലമൊക്കെ കാണാം. അങ്ങനെ ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ താഴ്ചയിൽ പിന്നെ ഇങ്ങനെ പൊന്തിയിട്ടാണ് റോഡ് കടന്നു വരുന്നത്. ഇവിടെയൊക്കെ 4 വരി കേട്ടോ. നോക്കി ആദ്യമുള്ള ചെനക്കൽ നിന്ന്
ചെങ്കോട്ടി കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അങ്ങനെതാ ഇടത് ഭാഗത്ത് സ്ഥലം നോക്കി, ഒരു ഇഞ്ഞ സ്ഥലം, നല്ല പച്ചപ്പിൽ വലിയ ബിൽഡിങ് കാര്യങ്ങൾ തന്നെയാണ് ഈ ഏരിയയിൽ. ഒരുപാട് ഫർണിച്ചർ ഷോറൂമുകൾ, അതുപോലെ ബൈക്കിൻ്റെ ഷോറൂമുകൾ, അങ്ങനെ പെട്രോൾ പമ്പുകൾ, അതുപോലെ ടെക്സ്റ്റൈൽസ്, അങ്ങനെ എല്ലാം കൊണ്ടും നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ ഇരുവശവും ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളുടെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹോട്ടലുകൾ, പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് ചെങ്കോട്ടിയുള്ള ഹോട്ടൽ. നമുക്കറിയാം, എല്ലാവരും കഴിക്കുന്ന ഭയങ്കര തിരക്കേറിയ ഒരു ഹോട്ടൽ. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടുള്ള ഒരു വ്യൂ ഏരിയയാണ് നമ്മുടെ ചെനക്കലിൽ നിന്ന് ചെങ്കോട്ടി വരെ വരുമ്പോൾ. അങ്ങനെ പറമ്പിലങ്ങാടി ഏരിയയിൽ നമ്മളിങ്ങനെ കടന്നു പോകാൻ പറമ്പിലങ്ങാടി ഏരിയയിൽ എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഏരിയ കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാനുള്ളത് നമ്മുടെ മിംസ് ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ നെസ്റ്റോൻ്റെ ഏരിയയും കാണാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആ ഏരിയ കാണാം. അങ്ങനെ എല്ലാം കൊണ്ടുപോയി ഒന്നുകൂടി ഉയർത്തിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പല ഏരിയത്തെ വീഡിയോ ഇതുപോലെ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ, നിങ്ങളെ ഏരിയ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അങ്ങനെ പല ആളുകളും കമൻറ്റിൽ ഈ ഇന്ന ഏരിയത്തെ വീഡിയോ ചെയ്യുമോ പറഞ്ഞ അവിടെ കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പലരും ഞാൻ പറഞ്ഞ രീതിക്ക് പല ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരൂരായിട്ട് കോട്ടക്കലായിട്ട് മുന്നേ അതൊക്കെ പലരും അഭിപ്രായപ്പെട്ടിരുന്നത്. അതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഏരിയയിൽ പരമാവധി എത്തി ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, ഈ ഏരിയയ്ക്ക് ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളിലെ മുകളിൽ സോളാറും, നമ്മൾ കഴിഞ്ഞ മുന്നേക്കത്തെ വീഡിയോയിൽ പറയുന്ന പോലെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ സോളാർ സെറ്റ് ചെയ്ത ഏരിയകളൊക്കെ നമുക്ക് കാണാം. അടിപൊളി. അവിടെ കോട്ടക്കല്ലൊരു ഏരിയ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഏരിയയിലെത്തുമ്പോൾ ആ ഏരിയയിൽ നിന്നുള്ള അവിടെ വാഹന പാർക്കിംഗ് ഏരിയ ഒക്കെ നമുക്ക് കാണാം. നല്ല സ്പേസുള്ള അല്ല, എവിടെ നോക്കുമ്പോൾ ഈ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാ ആ ഭാഗത്തേക്ക്. നമുക്ക് മുകളിൽ നിന്നാവുമ്പോൾ എത്രത്തോളം നമ്മൾ ഇതിൻ്റെ വീതി വിസ്താരല്ലേ, എത്രത്തോളം ഏരിയയിലാണ് ഈ ഹോസ്പിറ്റലുകളും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ഈ ഡ്രോൺ വഴി മുകളിൽ നിന്നാകുമ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ ആ പാർക്കിംഗ് ഏരിയയും മിംസിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളേതായാലും ഡ്രോൺ വഴി നിങ്ങളെ കാണിച്ചു. ബസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ തന്നെയാണ് നെസ്റ്റ്. അപ്പോൾ നെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുകയാണ്. അപ്പോൾ കാണാം നെസ്റ്റോടെ അടിപൊളി കാഴ്ച, ആകാശ കാഴ്ച. നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ താഴെ പോയി വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴ്ചകള പോലെ ഇതിൻ്റെ ഒരു രൂപം നോക്കി ആ മറ്റേ ബിൽഡിങ്ങിൻ്റെ നെസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുൻവശം കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഡ്രോൺ വഴി ആകുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെങ്കുവട്ടിൻ്റെ ഒരു ഏരിയൻ്റെ ഒരു കാഴ്ചട്ടെ. ഇവിടെ അങ്ങോട്ട് ഡ്രോൺ തിരിച്ചപ്പോൾ ചെങ്കുവട്ടി നമുക്കറിയാം. ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡിൽ കോട്ടക്കൽ ഭാഗത്തേക്ക്, നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ എട്രിക്കോട് ഭാഗത്തേക്ക്. ചെങ്കുവട്ടി ഒരു പ്രത്യേക എന്താ പറയുക, ഒരു വാഹനങ്ങൾക്കൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു, കോട്ടക്കലിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ വാഹനങ്ങൾ കടന്നു പോകാൻ കുറച്ചൊരു പ്രയാസപ്പെട്ടൊരു ഏരിയയാണ്. പല രീതിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു വരുന്നത്, റോങ് സൈഡ് എന്നല്ല. അപ്പോൾ കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളില്ലേ, ഈ ഒരു ജംഗ്ഷൻ ഇങ്ങനെ ചുറ്റിയിട്ട്, അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും കോട്ടക്കലിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഒരേ ഏരിയയിൽ കൂടെ കടന്നു പോകുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ഇതിൽ കൂടെ കടന്നു പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ ഏതായാലും പെട്രോൾ പമ്പ് കാണാം. ഇവിടെ അൽമാസിൻ്റെ ഏരിയയാണ് കാണുന്നത്. ഈ ഒരു ഏരിയയിലാണ് ആ ഹോട്ടൽ, ഈ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ആ ഹോട്ടൽ കാണാം. ഹോട്ടലിലൊക്കെ മുകൾ ഭാഗം അങ്ങനെ കാണാം. വാഹന ഗതാഗതക്കുറിച്ച് വളരെയധികം രൂക്ഷമായ ഒരു ഏരിയയും കൂടിയാണ് ചെങ്കുവട്ടി ഒരു ഭാഗം. ഇതാ അങ്ങനെ ചെങ്കുവട്ടി ആ ഒരു അങ്ങാടിയിലെത്തി. അപ്പോൾ നമുക്ക് എട്രിക്കോട് റോഡിന് ഈ ഒരു ഏരിയയിൽ താൽക്കാലികമായി ഇന്നത്തെ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കം ചെനക്കൽ നിന്ന് തുടങ്ങി സ്വാഗതമാട് പറമ്പിലങ്ങാടി, അത് കഴിഞ്ഞ് ചെങ്കുവട്ടി, ഈ കോട്ടക്കൽ എട്രിക്കോട് പോകുന്ന ഭാഗത്തെ ഈ ഒരു ഏരിയയിൽ വീഡിയോ താൽക്കാലികമായി നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റീസ് റോഡും മറ്റു ഫുട്ബോളുമായി ബന്ധപ്പെട്ടും പ്രാദേശിക വിഷയമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.